ആകെ 2 പേര് വിളിച്ചിരിക്കുന്നത് എൻ്റെ പാർട്ടിയുടെ അകത്തുനിന്ന് KPCC പ്രസിഡന്റും KPCC ജനറൽ സെക്രട്ടറിയും 2 ആളും പറഞ്ഞു, മാധ്യമക്കാർ പറഞ്ഞതൊന്നും സത്യമല്ല, ഞങ്ങൾ ഒരു വാക്കും പറഞ്ഞിട്ടില്ല, നിങ്ങളുടെ എതിരെ നിങ്ങൾക്ക് പൂർണ്ണ അധികാരമുണ്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കാൻ, ഞങ്ങളൊരു കുറ്റം പറഞ്ഞിട്ടില്ല എന്ന് അവർ പറഞ്ഞു. നിലപാട് കടുപ്പിച്ച് പോരാടാൻ ഉറപ്പിച്ച ശശി തരൂർ തിരുത്താൻ എന്താണുള്ളതെന്ന് പറയൂ എന്നും വിമർശകർക്ക് മറുപടി. എഴുതിയതിൽ ഒരു തെറ്റുണ്ടെങ്കിൽ ആ തെറ്റ് ആദ്യം കാണിച്ചു തരട്ടെ. നിങ്ങൾ പറയുന്നു ഞാൻ കേരള എക്കോണമിയും സർക്കാരിനെയും CPM-നെയും അത് ചെയ്തിട്ടില്ല, ആർട്ടിക്കിൾ വായിച്ചാൽ അറിയാതെ പറഞ്ഞിട്ടില്ല. രണ്ടാമത്തത് വേറെ ഏത് മേഖലയെ കുറിച്ച് തൊട്ടിട്ടില്ല, വെറും ഒരു കാര്യം മാത്രം, സ്റ്റാർട്ടപ്പ് ഓൺട്രപ്രനർഷിപ്പിനെ കുറിച്ച് മാത്രമാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. വർക്കിംഗ് കമ്മിറ്റിയിലിരുന്ന് ഇങ്ങനെ പറയരുതെന്ന് അമർഷം പരസ്യമാക്കിയ എം ഹസൻ. വികസനം കൊണ്ടുവന്നത് കരുണാകരനും ആന്റണിയും. ഉമ്മൻചാണ്ടി കാലത്തെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞും PK കുഞ്ഞാലിക്കുട്ടി. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലെ തിക്കിലും തിരക്കിലും 18 മരണം. മരിച്ചവരിൽ 5 കുട്ടികൾ, 9 സ്ത്രീകൾ. തിക്കും തിരക്കുമുണ്ടായത് 14-15 പ്ലാറ്റ്ഫോമുകളിൽ. അപകടത്തിൽപ്പെട്ടവരിൽ ഏറെയും മഹാകുംഭമേളയ്ക്ക് പോയവർ. ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ച് റെയിൽവേ. നെഹ്റു സാഹിബ് യോഗ്യനാണോ എന്ന് ചോദിച്ചാൽ യോഗ്യനാണ് എന്നതല്ലാതെ മറ്റൊരു മറുപടിയില്ല. യോഗ്യനാകലും അത് ആവശ്യപ്പെടുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്തിൽ മുസ്ലിം ലീഗ് പിടിമുറുക്കുമെന്ന സൂചന നൽകി PMA സലാം. അഭിപ്രായം ന്യൂസ് 18 അഭിമുഖത്തിൽ. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് കോൺഗ്രസ് ഒറ്റയ്ക്കല്ല, സമയമാകുമ്പോൾ പറയാനുള്ളത് പറയും. ലീഗിലെ സ്ത്രീ പ്രാതിനിധ്യത്തിൽ PK ഫിറോസിനെ തള്ളിയും PMA സലാം. ഡൽഹി മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ തിരക്കിട്ട ശ്രമം. BJP കേന്ദ്ര നിരീക്ഷകർ ചർച്ച നടത്തും. നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം അന്തിമ പ്രഖ്യാപനം. അക്രമം തുടർന്ന് പടയപ്പ. മൂന്നാർ കന്നിമലയിൽ ഇന്നലെ രാത്രി ബൈക്ക് യാത്രക്കാരെ ആക്രമിച്ചു. 2 പേർക്ക് പരിക്ക്. ഇന്ന് രാവിലെ വഴിയോരക്കടയും തകർത്തു. നിലമ്പൂർ മൂത്തേടത്ത് ഭീതി പരത്തി കാട്ടാന. കൊട്ടാരക്കരയിൽ കുടുംബത്തിലെ 3 പേർക്ക് വെട്ടേറ്റു. ആക്രമണം വടിവാളും കമ്പിവടിയും ഉപയോഗിച്ച്. യുവതിക്കും 7 മാസം പ്രായമായ കുഞ്ഞിനും കമ്പിവടി ആക്രമണത്തിൽ പരുക്ക്.